കുക്കറിലോട്ട് നമുക്കൊരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 6 പച്ചമുളക്, എരിവ് അനുസരിച്ചിട്ടാണ് പച്ചമുളക് എടുക്കേണ്ടത്. ഇതൊരു 3 സവാളയുണ്ട് മീഡിയം സൈസ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിന് കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും വെള്ളം വയ്ക്കുക. കുക്കർ ഓണാക്കുക. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കണക്കിന് ഉപ്പ് ചേർത്തിട്ട് ഇപ്പം ഞാൻ ആദ്യം കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കാം. വിസിൽ വന്നിട്ട് ആദ്യത്തെ ഒരു വിസിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് റെഡിയാവും. ഇപ്പം ആവി നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് വെന്ത ഉരുളക്കിഴങ്ങാണ്. വേണമെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു കൊടുത്താൽ മതി, ഒരു 3-4 എണ്ണം. അപ്പോഴത്തേക്ക് കറിക്ക് നല്ല പൊടിച്ച് കിട്ടും. അപ്പോൾ എനിക്ക് കറക്റ്റ് വെള്ളമാണ്. നിങ്ങൾക്ക് വെള്ളം ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിത് കടുക് താളിക്കാൻ പോവുകയാണ്. പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി വരികയാണ്. അതിനകത്ത് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്. ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ കറിയാണ്. ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.